അല്ലു അർജുൻ മൂവിയായ പുഷ്പ 2വിൻ്റെ 6ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയിലെയും അതോടൊപ്പം തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ ഇതുവരെ എത്രയൊക്കെ ആയി എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 6ാം ദിവസത്തെ ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ പറയുന്നതിൻ്റെ മുന്നേ 5 ദിവസങ്ങൾ കൊണ്ട് ഒഫീഷ്യലി ചിത്രത്തിൻ്റെ കളക്ഷൻ അപ്ഡേറ്റ് എവിടെ ചെന്നെത്തി എന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കട്ടെ. ചിത്രം 5 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് നിന്ന് 922 കോടി നേടിയെന്നാണ് മൈത്രി മൂവി മേക്കേഴ്സ് ഇന്ന് FBയിൽ കുറിച്ചിരിക്കുന്നത്. 4ാം ദിവസത്തെ ചിത്രത്തിന്റെ കളക്ഷൻ വേൾഡ് വൈഡ് നിന്ന് ചിത്രം നേടിയത് 829 കോടി ഫസ്റ്റ് വീക്കെൻഡ് കളക്ഷൻ വേൾഡ് വൈഡ്. അപ്പോൾ ചിത്രം 5ാം ദിവസമായ ഞായറാഴ്ച മാത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് 93 കോടിയോളം രൂപ. ചിത്രത്തിന്റെ ഹിന്ദി സർക്കുലേഷനിൽ നിന്നും വലിയൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് ഉച്ചയ്ക്ക് പുറത്തു വന്നിരിക്കുന്നത്. 5 ദിവസങ്ങൾ കൊണ്ട് ചിത്രം ഹിന്ദി വേർഷൻ മാത്രം 339 കോടി രൂപയാണ് നേടിയിരിക്കുന്നത്. 5ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച മാത്രം 48 കോടി രൂപയാണ് വർക്കിംഗ് ഡേയിൽ നേടിയിരിക്കുന്നത്. ഇന്ന് പുറത്ത് വന്ന ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രകാരം 1000 CR ടച്ച് ചെയ്യാൻ ഈ ഒരു ചിത്രത്തിന് വെറും 78 കോടി രൂപ മാത്രം മതി. ഇന്നലെ ആദ്യ തിങ്കളാഴ്ച വർക്കിംഗ് ഡേയിൽ 93 കോടിയോളം രൂപ നേടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ചൊവ്വാഴ്ച 6ാമത്തെ ദിവസം തീർച്ചയായിട്ടും വേൾഡ് വൈഡിൽ നിന്ന് ആ ഒരു 78 CR കൂടെ നേടിയിട്ട് 1000 CR ടച്ച് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഒരു നിഗമനം. ട്രാക്കിങ്ങിൽ നിന്നും അത് തന്നെയാണ് വ്യക്തമാവുന്നത്. ഇപ്പോൾ ബുക്ക് മൈ ഷോ ആപ്പ് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ ഒരു 8 മണി സമയത്ത് മണിക്കൂറിൽ 42,000 മുകളിൽ ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആവുന്നത്. പല ബോളിവുഡിലെയും അതുപോലെ സൗത്ത് ഇന്ത്യയിലെയൊക്കെ വമ്പൻ സിനിമകൾ ഫസ്റ്റ് ഡേയിൽ 100 CR അടിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ ഇവിടെ പുഷ്പ 2 എന്ന് പറയുന്ന അല്ലു അർജുൻ മൂവി നിഷ്പ്രയാസമാണ് 6ാമത്തെ ദിവസം അല്ലെങ്കിൽ 5ാമത്തെ ദിവസം 93 കോടിയൊക്കെ നേടിയത്. ഇന്ന് 6ാമത്തെ ദിവസം പുഷ്പ 2 എന്ന് പറയുന്ന മൂവി 80 കോടിക്കും 85 കോടിക്കും ഇടയിലുള്ള കളക്ഷൻ നേടുമെന്നാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. ഓക്കെ, ബൈ.